Hello friends, good evening. Today is May 18, 2025. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഗോൾഡിൻ്റെ ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. ഈ അനാലിസിസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കഴിഞ്ഞ ആഴ്ചയുടെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ആഴ്ചയുടെ നമ്മളുടെ പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് മുന്നേ ഈ മാർക്കറ്റ് അനാലിസിസ് May 11th വീഡിയോ ഒന്ന് കാണാനായിട്ട് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ബ്രേക്കർ ബ്ലോക്കിൽ നിന്ന ടൈമിൽ, അതായത് യു ക്യാൻ സി ദിസ് ഈസ് എ ബ്രേക്കർ ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്, പല ആൾക്കാരും എന്നോട് ചോദിച്ചിരുന്നു, സർ എന്താണ് ഈ ഗ്രീൻ സോൺ അല്ലെങ്കിൽ റെഡ് സോൺ, അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ എന്താണ്, സപ്ലൈ സോൺ. ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഓർഡേഴ്സ് പെൻഡിങ് ഉള്ള ഏരിയ, അല്ലെങ്കിൽ ആൾക്കാർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏരിയയാണ് ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത്. സപ്ലൈ സോൺ എന്ന് പറയുന്നത് ഒരു സെല്ലിംഗ് പ്രഷറുള്ള ഏരിയയാണ് സപ്ലൈ സോൺ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാനായി ഞാൻ ഒരു റെഡ് മാർക്കിലും ഗ്രീൻ മാർക്കിലും അത് മെൻഷൻ ചെയ്തിരിക്കുന്നു. സോ ഞാനന്ന് പറഞ്ഞു, ഇവിടെ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഉണ്ട്, ഇവിടുന്ന് മാർക്കറ്റ് ഫോൾ ആവാൻ സാധ്യതയുണ്ടെന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. യു ക്യാൻ സി സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഞാനത് റീപ്ലേ ബാർ അല്ലെങ്കിൽ ഞാനത് ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് പോലെ ഞാൻ വെച്ചിരിക്കുന്നതാണ്. യു ക്യാൻ സി ഹിയർ, ഇവിടെ റിജക്ഷനാണ്, സെയിം റിജക്ഷനാണ്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു വലിയ ഫോൾ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് സോൺ 3246.797, 3194 എന്ന് പറയുന്ന ഡിമാൻഡ് സോൺ ഇവിടെ ബ്രേക്ക് ചെയ്യാനുണ്ടായത്. വൈ? ബിക്കോസ് മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു ഡിമാൻഡ് സോണിൽ ടാപ്പ് ചെയ്താണ് കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞതുപോലെ. ഈ May 11th തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടുന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് 2300 പിപ്സോളം നമുക്ക് പ്രോഫിറ്റ് തന്നിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു സപ്ലൈ സോണിൽ നിന്ന് മാർക്കറ്റ്, അതായത് 3427 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഫോൾ ആകുമെന്ന് പറഞ്ഞു. മാർക്കറ്റ് ഫോളായി. അതിനുശേഷം ഈ ഒരു സപ്ലൈ സോണും മെൻഷൻ ചെയ്തിരുന്നതാണ് 3325 ആൻഡ് 3350 റേഞ്ച്. ഇവിടെ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് അവിടെ നിന്ന് ഫോളായതിനു ശേഷം പഴയ ഡിമാൻഡ് സോണിൽ വന്നു, 3243 റേഞ്ചിൽ വന്ന് ചെറിയൊരു റിയാക്ഷൻ തന്നതിന് ശേഷം ഒരു വലിയ ഫോളാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഓക്കെ, ഈ ഫോൾ എന്തുകൊണ്ടുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളുടെ ഡിമാൻഡ് ഏരിയയിൽ ഓൾറെഡി ഓർഡർ ബ്ലോക്സ് എല്ലാം ഇവിടെ ഫിൽഡ് ആയതിനു ശേഷമാണ് മാർക്കറ്റ് പോയത്. അതുകൊണ്ടാണ് ഈ ഓർഡർ ബ്ലോക്ക് നമുക്ക് വീണ്ടും വർക്കാവ് തരുന്നത്. അതിനുശേഷം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഗോൾഡൻ സോൺ അല്ലെങ്കിൽ ഫിബ് സോണിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അത് ഓൾറെഡി ഈ ഏരിയ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതായത് ഈ വീഡിയോസ് കാണുമ്പോൾ ഇറ്റ് ഈസ് ഓൾറെഡി മെൻഷൻഡ് ഹിയർ. കണ്ടോ, 3155 എന്ന് പറയുന്ന റേഞ്ച് വരെ മാർക്കറ്റ് എത്തിയേക്കാം എന്നുള്ളൊരു കാര്യം നമ്മളവിടെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, 3167, 3155 റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. വന്നതിന് ശേഷം ഇപ്പോൾ ചെറിയൊരു സപ്പോർട്ട് എടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മാർക്കറ്റ് ഇപ്പോൾ ഒരു ബുള്ളിഷ് റേഞ്ചിലാണ് നിലവിലുള്ളതെന്ന് പറയുന്നത്. സോ ലെറ്റ് സി. ഈ ഒരു ഫോളിൻ്റെ കാര്യം ഈ ഒരു സപ്ലൈ സോൺ മാത്രമല്ല കേട്ടോ. ഈ സപ്ലൈ സോണിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരുപാട് ന്യൂസുകൾ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി മെൻഷൻ ചെയ്തു. അതായത് വെനസ്ഡേ ദിവസവും ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ദിവസങ്ങളിൽ ന്യൂസ് ഉണ്ടാകുമെന്ന് ഈ പറയുന്ന യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഇറ്റ് ഈസ് ഓൾറെഡി മെൻഷൻഡ് ഹിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ന്യൂസ് ഇമ്പാക്റ്റും ഈ ഒരു സപ്ലൈ സോണും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് ഹെവി ആയിട്ടൊരു ഫോളാണ് നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ എന്താണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് ഞാൻ പറയാം. മാർക്കറ്റ് ഒരു ഗോൾഡൻ സോൺ, അതായത് നമ്മൾ ഫിബ് ടൂൾ എടുത്ത് നമ്മളിന്ന് ഡെയിലി ടൈം ഫ്രെയിമും അതേപോലെ തന്നെ 4 hours ടൈം ഫ്രെയിം എടുത്ത് നോക്കിയാൽ പോലും ഒരു ഗോൾഡൻ സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഗോൾഡൻ സോൺ ഈസ് എ ബൈ സോൺ. ഇതൊരു ബൈയിങ് ഗോൾഡൻ സോൺ ആണ്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ 4 hours ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും മാർക്കറ്റ് ഇവിടെ ഒരു കുഞ്ഞ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഷിഫ്റ്റാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഷിഫ്റ്റ് ഇവിടെ നടത്തിയതിന് ശേഷം ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഏരിയ 3194, 3246 എന്ന് പറയുന്ന ഏരിയ നേരത്തെ ഒരു ഡിമാൻഡ് സോൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തതുകൊണ്ട് ഇത് നമുക്ക് സപ്ലൈ സോണായിട്ട് മാറും. ഇതൊരു സെല്ലിംഗ് സോണായിട്ട് മാറും. സോ ഇതിൻ്റെ പേര് നമ്മൾ മാറ്റി സപ്ലൈ സോൺ എന്ന് കൊടുക്കുകയാണ്. സപ്ലൈ സോൺ, ഇതൊരു സെല്ലിംഗ് സോണാണ്. ഓക്കെ, ഈ സപ്ലൈ സോണിൻ്റെ കളർ മാറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു റെഡ് കളറും കൂടെ ഞാൻ കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഇസ് എ സപ്ലൈ സോൺ. ഓക്കെ, ഇനി ഇതൊരു റിജക്ഷനായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ മാർക്കറ്റ് എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന് മാർക്കറ്റ് വീണ്ടും മുകളിൽ പോയതിന് ശേഷം
3163 റേഞ്ച് തൊട്ട് 3210 എന്ന് പറയുന്ന റേഞ്ച്, 3163 3120 എന്ന് പറയുന്ന റേഞ്ച്, ഈ റേഞ്ചിൽ മാർക്കറ്റ് വന്ന് ഒരു സപ്പോർട്ട് എടുത്തതായിട്ട് കാണുന്നുണ്ട്. സോ യു ക്യാൻ സി മാർക്കറ്റ് അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഓർഡറുകൾ പെൻഡിങ് കിടക്കുന്ന സ്ഥലത്തിനെയാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ബുള്ളിഷ് പോകാനായിട്ടുള്ള നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. ഈ ഒരു സപ്ലൈ സോൺ ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എവിടം വരെ നിങ്ങൾക്ക് സേഫായിട്ട് ട്രേഡ് ചെയ്യുമെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സപ്ലൈ സോൺ കണ്ടോ, ഇത് പ്രീവിയസ്ലി ഉള്ളൊരു സപ്ലൈ സോണാണ്, ഇത് ഇപ്പോഴും ഒരു സപ്ലൈ സോണാണ്. അതിൻ്റെ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3325. ഇത് റെഡ് മാർക്കിൽ ഞാൻ കൊടുക്കാം. ഓക്കെ, 3325, അതിനുശേഷം 3353. കുറച്ചും കൂടെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഫിബ് സോണും കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയകളിൽ, അതായത് ഫ്രം 3316 റേഞ്ച്, ഇതൊരു സപ്ലൈ സോണാണ്, ടു 3372 റേഞ്ച് വരെയാണ് നമ്മുടെ നെക്സ്റ്റ് സെല്ലിംഗ് സോൺ കാണുന്നത്. അതായത് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫ്രം ഹിയർ മാർക്കറ്റ് മേ ഗോ ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ് വിൽ ടാപ്പ് ഹിയർ. ഇവിടുന്ന് ഒരു റിജക്ഷൻ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇൻ കേസ് ഇവിടെ റിജക്ഷൻ എടുത്തില്ല, മാർക്കറ്റ് ഹൈ ബുള്ളിഷ് ആയിട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ, മാർക്കറ്റ് ഈ സോൺ ബ്രേക്കായി ഇവിടെ സപ്പോർട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഗ്രീൻ ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടും, അതേപോലെ ഒരു IFC ക്യാൻഡിലോ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ നമുക്ക് കിട്ടും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മുകളിലോട്ട് എൻട്രി പോകാൻ പറ്റുന്നതാണ്. അതുവരെ സേഫ് സോണിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഇവിടെ ബൈ കൊടുത്തിട്ട് ബൈ സോണിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സപ്ലൈ സോണിൽ ബ്രേക്ക് ചെയ്ത് ഇതൊരു ഡിമാൻഡ് സോണായിട്ട് മാറും. ആ സമയത്ത് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫായിട്ട് ഓൾമോസ്റ്റ് മേ ബി ഒരു 1500 പിപ്സോളൊക്കെ നിങ്ങൾക്ക് പിടിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ 1200 പിപ്സെങ്കിലും നിങ്ങൾക്ക് മിനിമം ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിബ് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അതല്ല, ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ റിജക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ പ്രോബബിലിറ്റീസ് ആണ് എപ്പോഴും പറയുന്നത്. ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഇപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇൻ കേസ് ഇത് റിജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡെയിലി ഓർഡർ ബ്ലോക്കിലോട്ട് വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഡെയിലി ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് 3059.700, 2955.510 എന്ന് പറയുന്ന ആ ബ്ലോക്കിനകത്ത് നല്ല ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ടാവും. സോ മേ ബി ഈ ഒരു പെൻഡിങ് ഓർഡേഴ്സ് എടുത്തതിന് ശേഷം ഈ ഒരു മൊമെൻറ്റിലായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ. ബട്ട് അത് ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ഫിബ് സോൺ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവുമെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതകളും കാണുന്നു. ഇനി വേറൊരു സപ്പോർട്ട്, വേറൊരു രീതിയിൽ റീറ്റെയിൽ മൈൻഡ് സെറ്റിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനതൊരു റെഡ് ലൈൻ കൊടുക്കാം കേട്ടോ, ഓറൽസ് യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇതൊരു സെല്ലിംഗ് റേഞ്ചാണ്, സപ്ലൈ സോണാണ്. ഈ പറയുന്ന റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്ന ഏരിയ എല്ലാം സപ്ലൈ സോണാണ്. ഗ്രീൻ മാർക്കിലും ഓറഞ്ച് മാർക്കറ്റിലും കൊടുത്തിരിക്കുന്നതെല്ലാം ബൈയിങ് സോണാണ്. ഇനി നമ്മൾ വേറൊരു അനാലിസിസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, റീറ്റെയിൽ അനാലിസിസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ റിജക്ഷൻ സോൺ. കണ്ടോ, ഇതൊരു പല റീറ്റെയിലേഴ്സ് ട്രേഡ് എടുക്കുമ്പോൾ അവരിങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്. മാർക്കറ്റ് ഇവിടെ വന്നു, ഈ ഒരു സപ്പോർട്ട് എടുത്തു, വീണ്ടും ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. സോ ഇതൊരു റീറ്റെയിൽ സപ്പോർട്ട് സോൺ കൂടെയാണ്. അപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ എൻട്രിയും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ഫിബ് ഗോൾഡൻ സോണിൻ്റെ എൻട്രി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ മോസ്റ്റ്ലി ഗോൾഡ് ഈ ഒരു റേഞ്ച് കൺഫേം ആയിട്ട് എത്തണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ എൻ്റെ തോട്ട്സ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ അനാലിസിസ് പറയുന്നത്. ബട്ട് ഈ ഒരു ഏരിയയിൽ റിജക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യതകളും ഉണ്ട്. ബട്ട് മൈ അനാലിസിസ് ഇസ് ഇറ്റ് വിൽ ഗോ ആൻഡ് റീച്ച് ദ സപ്ലൈ സോൺ പ്രോബബിലിറ്റീസ് പ്രകാരം. സോ ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വീക്കിലെ ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ എക്കണോമിക് കലണ്ടറിൽ investing.com വരാം. വന്നതിന് ശേഷം നമ്മൾ ഈ ആഴ്ചത്തെ ന്യൂസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ദിസ് വീക്കിലെ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പ്രധാനമായിട്ടുള്ള ന്യൂസ് ഉള്ളത് മെയ് 21, മെയ് 22, മെയ് 23 ഈ 3 ദിവസങ്ങളിലും നല്ല രീതിയിലുള്ള ന്യൂസ് കാണാൻ പറ്റും. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് CPI ആണ്. അപ്പോൾ ഈ CPI ന്യൂസ് അത് GBPയുടെ ന്യൂസാണ്. ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഉണ്ട്. GBPയുടെ ന്യൂസ് അത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യില്ലെങ്കിൽ പോലും ഇത് ഇമ്പാക്റ്റ് ചെയ്തേക്കാം. ഇനി പ്രധാനമായിട്ട് വരുന്ന മെയ് 22-ാം തീയതിയുള്ള ന്യൂസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ആണ്. അപ്പോൾ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് എന്ന് പറയുന്നത് വലിയ ഒരു ന്യൂസ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ തേഴ്സ്ഡേ ദിവസം നിങ്ങൾ മാക്സിമം ഒന്ന് ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്.
ഫ്രൈഡേ നിങ്ങൾക്ക് 23rd ന്യൂസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ദിവസങ്ങളിൽ, അതായത് 21st, 22nd, 23rd ഈ ദിവസങ്ങളിൽ മാക്സിമം ട്രേഡ് എടുക്കാതിരുന്നാൽ അത്ര ബെറ്റർ. അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോസ് ഒഴിവാക്കാം, പ്രോഫിറ്റിൽ മാത്രം നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നതാണ് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കാൻ. ശ്രദ്ധിച്ച് ട്രേഡ് എടുത്ത എല്ലാ വ്യക്തികളും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇല്ലാതെ ഇത് ശ്രദ്ധിക്കാതെ ട്രേഡ് എടുത്ത വ്യക്തികളെല്ലാം ഈ ഒരു ലോസ് അല്ലെങ്കിൽ ഈ ഒരു ഫോള് കാണേണ്ടി വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് വീക്ക്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷാണ്. കാരണം മാർക്കറ്റ് ഫിബ് ഗോൾഡൻ സോണിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. ഫിബ് ഒരു ഗോൾഡൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം മാർക്കറ്റ് ഇറ്റ് ഷുഡ് റീച്ച് മിനിമം ഹിയർ, അതായത് ഈ സപ്ലൈ സോൺ വരെയെങ്കിലും റീച്ച് ആകണം. 3316 റേഞ്ച്, 3370 റേഞ്ചിലോട്ട് എത്താൻ മാർക്കറ്റിന് പറ്റണം എന്നുള്ളതാണ് എൻ്റെ അനാലിസിസ്. സോ ഗൈസ്, ഈ വീഡിയോ വീണ്ടും കാണുക. കണ്ടതിന് ശേഷം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ ട്രേഡുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്ന ഗോൾഡൻ സോണുകളിലും ഡെയിലി FEG അല്ലെങ്കിൽ ഈ ഡിമാൻഡ് സോണുകളിൽ മാത്രം എൻട്രി എടുക്കാൻ നോക്കുക. ഈ റെഡ് സോണുകളിൽ മാക്സിമം എൻട്രി നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ റെഡിൽ മാർക്ക് ചെയ്ത് സപ്ലൈ സോൺ എന്നും പറഞ്ഞിരിക്കുന്നത്. ഈ ഗോൾഡൻ സോൺ, ഓറഞ്ച് ഏരിയ ആൻഡ് ഗ്രീൻ ഏരിയ ഈസ് ഓൾവേസ് ഗുഡ് ഫോർ ബൈ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഓൾ ഫോർ ദിസ് വീക്ക്. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.